നമസ്കാരം. ഗ്യാസ്ട്രോ ഈസോഫേഷ്യൽ റിഫ്ലക്സ് രോഗം, പെപ്റ്റിക് അൾസർ രോഗം, സൊളിംഗർ എൽസൺ സിൻഡ്രോം എന്ന ആമാശയത്തിന്റെ അമിതമായ ആസിഡ് ഉൽപാദനവുമായി ബന്ധപ്പെട്ട അവസ്ഥ തുടങ്ങിയവ ചികിത്സിക്കാൻ സോംബ്രസ് 40 ടാബ്ലറ്റ് ഉപയോഗിക്കുന്നു. ഇത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡിന്റെ അളവ് കുറയ്ക്കുകയും രോഗങ്ങളിൽ നിന്നും ആശ്വാസം നൽകുകയും ചെയ്യുന്നു. സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. എസോമെപ്രാസോൾ ആണ് ഇതിലെ കണ്ടന്റ്. ആമാശയം ഉണ്ടാക്കുന്ന ആസിഡിന്റെ അളവ് കുറയ്ക്കുന്ന പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന വിഭാഗത്തിൽപ്പെട്ട മരുന്നാണിത്. നെഞ്ചരിച്ചിൽ, ദഹനക്കേട്, ആസിഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ എന്നിവ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. സ്റ്റിറോയിഡ് അല്ലാത്ത ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ പോലുള്ള ചില മരുന്നുകൾ മൂലമുണ്ടാകുന്ന വയറ്റിലെ അൾസർ തടയാനും ഈ മെഡിസിൻ ഉപയോഗിക്കാം. ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ആസ്ട്രസെനക്കയാണ് എസോമെപ്രാസോൾ വികസിപ്പിച്ചെടുത്തത്. എന്താണ് സോംബ്രസ് 40 ടാബ്ലറ്റിന്റെ ഉപയോഗം? ഹൈപ്പർ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, വയറ്റിലെ അൾസർ, സൊളിംഗർ എൽസൺ സിൻഡ്രോം എന്നിവ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സോംബ്രസ് 40 ടാബ്ലറ്റ് ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. ഇതൊരു മെഡിസിനാണ്. ദഹനത്തിനാവശ്യമായ ആസിഡ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ആമാശയപാളിയിൽ കാണപ്പെടുന്ന എൻസൈമുകളാണ് പ്രോട്ടോൺ പമ്പുകൾ. ഈ പ്രോട്ടോൺ പമ്പ് ആമാശയ ഭിത്തിയിലെ കോശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രേഷൻ പുറത്തുവിടുന്നതിന് കാരണമാകുന്നു. ഇത് അന്നനാളം, ആമാശയം, ഡിവോഡിനം എന്നിവിടങ്ങളിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. ചെറുകുടലിന്റെ ആദ്യ ഭാഗമാണ് ഡിവോഡിനം. ഭക്ഷണം കൂടുതൽ ദഹിപ്പിക്കപ്പെടുകയും പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇവിടെയാണ്. ആമാശയത്തെ ചെറുകുടലിന്റെ മധ്യഭാഗമായ ജെജുനവുമായി ബന്ധിപ്പിക്കുന്ന സി ആകൃതിയിലുള്ള ഒരു ട്യൂബാണിത്. എസോമെപ്രാസോൾ പ്രോട്ടോൺ പമ്പിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡിന്റെ അളവ് കുറയ്ക്കുന്നു. ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറുകൾ, ടെട്രാഹൈഡ്രോ കനാബിനോൾ എന്നിവയ്ക്കുള്ള യൂറിൻ ടെസ്റ്റുകൾ പോലുള്ള മെഡിക്കൽ പരിശോധനകൾ നടത്തുമ്പോൾ അവയുടെ റിസൾട്ടിൽ വ്യത്യാസം വരുത്താൻ ഈ മെഡിസിന് കഴിയുന്നു. അതിനാൽ ഈ മെഡിസിൻ കഴിക്കുന്നവർ ഈ ടെസ്റ്റുകൾ നടത്തുന്നതിന് മുൻപ് ഡോക്ടറെ കാണേണ്ടതാണ്. ഇത് അമിതമായി കഴിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. അധിക ഡോസ് കഴിച്ചാൽ വിയർക്കുകയോ ഹൃദയമിടിപ്പ് വേഗത്തിലാകുകയോ ഉറക്കം വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഉടൻ തന്നെ കാണേണ്ടതാണ്. ഇത് ഫെർട്ടിലിറ്റി അഥവാ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ ബാധിക്കുമെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിലും പ്രഗ്നന്റ് ആകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ അഡ്വൈസ് തേടുക. സോംബ്രസ് 40 ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കാവുന്നതാണ്. എങ്കിലും ദഹനത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന എരിവ്, കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത്. ചായ, കോള, കാപ്പി തുടങ്ങിയ കഫീൻ അടങ്ങിയവയും ഒഴിവാക്കേണ്ടതാണ്. ആമാശയവും അന്നനാളം അഥവാ ഫുഡ് പൈപ്പും യോജിക്കുന്ന ഭാഗത്തുള്ള വാൽവ് ശരിയായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അസിഡിറ്റി ഉണ്ടാകുന്നത്. ആ സമയം ആമാശയത്തിലെ ആസിഡ് തിരികെ ഫുഡ് പൈപ്പിന്റെ മുകൾ ഭാഗത്തേക്ക് ഒഴുകുകയും അസിഡിറ്റി അഥവാ നെഞ്ചരിച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ, മീഥെയിൻ തുടങ്ങിയ വാതകങ്ങളെ ഇല്ലാതാക്കി ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിപ്പിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഗ്യാസ് ഉണ്ടാകുന്നത്. സോംബ്രസ് 40 ടാബ്ലറ്റ് കൂടുതൽ കാലം കഴിക്കുന്നത് ആമാശയത്തിലെ കോശങ്ങൾക്ക് വീക്കമുണ്ടാക്കുന്ന അട്രോഫിക് ഗ്യാസ്ട്രൈറ്റിസ്, വൈറ്റമിൻ B12 കുറവ്, അസ്ഥികളുടെ ബലക്കുറവ് അഥവാ ഓസ്റ്റിയോപൊറോസിസ് എന്നിവയ്ക്ക് കാരണമാകും. കാൽസ്യം, മഗ്നീഷ്യം, വൈറ്റമിൻ D എന്നിവയുടെ കുറവ് മൂലമാണിത് സംഭവിക്കുന്നത്. ഇത് സാധാരണയായി ഭക്ഷണത്തിനു മുൻപാണ് കഴിക്കേണ്ടത്. രക്തത്തിൽ മെഡിസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ എല്ലാ ദിവസവും ഒരേ സമയം തന്നെ മെഡിസിൻ കഴിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന കൃത്യമായ അളവിൽ വേണം മെഡിസിൻ കഴിക്കേണ്ടത്. ആന്റാസിഡുകളോ മറ്റു മരുന്നുകളോ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറുടെ അഭിപ്രായം അറിയേണ്ടതാണ്. കാരണം ചില മരുന്നുകൾ സോംബ്രസ് 40 ടാബ്ലറ്റുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിവുണ്ട്. അത് മെഡിസിന്റെ റിസൾട്ടിനെ വിപരീതമായി ബാധിച്ചേക്കാം. കുട്ടികൾക്ക് ഈ മെഡിസിൻ നൽകുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. ഇത് ചിലപ്പോൾ ശരീരഭാരം വർദ്ധിപ്പിച്ചേക്കാം. ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചും സ്ഥിരമായി വ്യായാമം ചെയ്തും ഈ അവസ്ഥ നിയന്ത്രിക്കാവുന്നതാണ്. ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ആൽക്കഹോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത് ഡീഹൈഡ്രേഷന് കാരണമാവുകയും ആമാശയത്തിലെ ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഇത് മെഡിസിന്റെ ഫലത്തെ കുറയ്ക്കുകയും ചെയ്തേക്കാം. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ ഈ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ അഭിപ്രായം അറിയേണ്ടതാണ്. സൊളിംഗർ എൽസൺ സിൻഡ്രോം രോഗത്തിൽ ആമാശയത്തിലെ അമിതമായ ആസിഡ് ഉൽപാദനം
വയറിളക്കം, വയറുവേദന, അൾസർ തുടങ്ങിയ ഗുരുതരമായ ലക്ഷണങ്ങൾക്ക് കാരണമാകും. സോംബ്രസ് 40 ടാബ്ലറ്റ് ആസിഡിന്റെ അമിതമായ ഉൽപ്പാദനം കുറച്ച് ബ്ലീഡിംഗ് പോലുള്ള പ്രശ്നങ്ങൾ തടയുന്നു. ആമാശയത്തിനോ കുടലിനോ ക്യാൻസർ, മറ്റു രോഗങ്ങൾ എന്നിവയുള്ളവരും കരൾ രോഗങ്ങളുള്ളവരും മെഡിസിനോട് അലർജി ഉള്ളവരും ഡോക്ടറുടെ അഡ്വൈസിന് ശേഷം മാത്രമേ മെഡിസിൻ കഴിക്കാവൂ. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് കഴിക്കുന്നത് നിർത്താനും പാടില്ല. ആമാശയത്തിലെ അമിതമായ ആസിഡ് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ബേണിംഗ് സെൻസേഷൻ, ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തിരിച്ചൊഴുകി നെഞ്ചരിച്ചിലുണ്ടാക്കുന്ന ആസിഡ് റിഗർജിറ്റേഷൻ എന്നിവ ഒഴിവാക്കാൻ ഈ മെഡിസിൻ സഹായിക്കുന്നു. പെപ്റ്റിക് അൾസർ ഉള്ളവരിൽ ആമാശയത്തിലെ ആസിഡിന്റെ അളവ് കുറച്ച് ആമാശയ പാളിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയുന്നു. വേദന, ഓക്കാനം, ദഹനക്കേട് തുടങ്ങിയ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ഈ മെഡിസിൻ സഹായിക്കുന്നു. മറ്റെല്ലാ മെഡിസിനുകളെയും പോലെ ഈ മെഡിസിനും ചില പാർശ്വഫലങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഇത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. എല്ലാവരിലും ഇവ അനുഭവപ്പെടണമെന്നില്ല. തലവേദന, ഓക്കാനം, ഛർദി, വയറുവേദന, ഡയേറിയ, കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് എന്നിവ ഇതിന്റെ ചില സാധാരണ പാർശ്വഫലങ്ങളാണ്. ശരീരം മരുന്നിനോട് പൊരുത്തപ്പെടുമ്പോൾ തനിയെ മാറുന്നവയാണ് ഇവയെല്ലാം. മെഡിസിന്റെ ദീർഘകാലത്തെ ഉപയോഗം ബലക്കുറവിനും കൈകാലുകളുടെ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വൈറ്റമിൻ B12 കുറവിനും കാരണമാകുന്നു. അസ്ഥികൾക്ക് ഒടിവുണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് എന്നിവയുണ്ടാകുന്നു. പേശിവലിവ്, ക്രമം തെറ്റിയുള്ള ഹൃദയമിടിപ്പ് എന്നിവയ്ക്ക് കാരണമാകുന്ന മഗ്നീഷ്യത്തിന്റെ കുറവ്, കിഡ്നി പ്രോബ്ലംസ്, റാഷസ്, മുഖം, ചുണ്ടുകളുടെ വീക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ അലർജി റിയാക്ഷൻസും ഇതിന്റെ സൈഡ് എഫക്ട്സ് ആണ്. കോബാലമിൻ എന്നും അറിയപ്പെടുന്ന വൈറ്റമിൻ B12 നാഡികളുടെ പ്രവർത്തനം, ചുവന്ന രക്താണുക്കളുടെ രൂപീകരണം, DNA സിന്തസിസ് എന്നിവയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ഇത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. ആനിമൽ പ്രോഡക്ട്സിൽ ഇത് നാച്ചുറലായി കാണപ്പെടുന്നു. ശരീരത്തിൽ ഓക്സിജൻ വഹിക്കുന്ന ആരോഗ്യമുള്ള ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് വൈറ്റമിൻ B12 അത്യാവശ്യമാണ്. നാഡീകോശങ്ങളുടെയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെയും ആരോഗ്യം നിലനിർത്തുന്നതിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. കോശവളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായ DNA സിന്തസിസിൽ വൈറ്റമിൻ B12 ഉൾപ്പെടുന്നു. കൊഴുപ്പുകളുടെയും അമിനോ ആസിഡുകളുടെയും മെറ്റബോളിസത്തിൽ ഇതിന് പങ്കുണ്ട്. മാംസം, മത്സ്യം, കോഴി, മുട്ട, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ വൈറ്റമിൻ B12 പ്രധാനമായും അടങ്ങിയിട്ടുണ്ട്. ന്യൂട്രീഷണൽ ഈസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ എന്നിവയിലും ഇത് അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ B12 കുറവ് ക്ഷീണം, വീക്ക്നെസ്, വിളർച്ച, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. വൈറ്റമിൻ B12 ഒരു ഫുഡ് സപ്ലിമെൻ്റായും ലഭിക്കുന്നു. മെഡിസിൻ്റെ ഏതെങ്കിലും ഡോസ് മറന്നുപോയാൽ ഉടൻ തന്നെ മെഡിസിൻ കഴിക്കുക. എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക. ഡോസ് ഇരട്ടിയാക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.